എന്താ എന്ത് പറ്റി കുട്ടികളെ? എന്തിനാ എന്തിനാ ടീച്ചർ നിങ്ങളെ ഓടിക്കുന്നേ? അയ്യേ, അതിനാണോ ഇങ്ങനെ കടന്നോടുന്നേ? ഇല്ല, ഞാൻ പറഞ്ഞു കൊടുക്കണമൊന്നുമില്ല, നിങ്ങൾ പഠിക്കണ്ട. പക്ഷേ നിങ്ങളുടെ ടീച്ചറല്ലേ, നിങ്ങൾക്ക് മോശം വരുന്ന ഒന്നും ചെയ്യില്ല ടീച്ചർ. അതൊക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ കുട്ടികളെ. നിങ്ങളുടെ അച്ഛനും അമ്മയെ പോലെ തന്നെയാ ടീച്ചർമാരും. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല കുട്ടികളെ. അത് പിന്നെ മാഡം, ഞാനിവിടെ ഇരിക്കല്ലേ, അതുകൊണ്ടേ എനിക്ക് ഇനിയിപ്പോ അതിൽ പോയാലും കാണാൻ പറ്റില്ലല്ലോ. ഞാൻ ആരെയും കണ്ടില്ല മാഡം. അവർക്ക് ഇഞ്ചക്ഷൻ എടുക്കത്രേ. അപ്പൊ ഇന്ന് അവിടെ ഒരു കൂട്ടക്കരച്ചിലാവുമല്ലോ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? വേണ്ടാന്ന്, ചെലപ്പോഴേ എന്നെ കണ്ടാലേ അവള് വിടില്ല. ഏറ്റവും കൂടുതൽ പേടി ആ ചിന്നുവിനാടി. എന്റെ അനിയത്തിക്കും നല്ല പേടിയാടി. ഇന്ന് സ്കൂളിലെ ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യം അവരറിഞ്ഞിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് വിചാരം. അതുകൊണ്ടാണ് സ്കൂളിൽ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്നത്തെ കളവ് കാട്ടിയിരുന്നു. അത് ടീച്ചറുടെ തന്ത്രടി. ടീച്ചർ പറഞ്ഞേ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ കുത്തിവെപ്പെന്ന്. അതുകൊണ്ടാണ് എല്ലാരും വന്നിക്കണേ. അല്ലെങ്കിൽ ഇന്ന് തന്നെ എല്ലാരും ലീവാക്കിനോ. എന്തായാലും അവർ കഴിയുന്നുണ്ടാവേ. എനിക്കാവും ആദ്യം കരച്ചിൽ വരിക. ഇതിലുള്ളതൊക്കെ മാറ്റി വെക്കട്ടെ കേട്ടോ. ഞാൻ എന്തായാലും മുടിമ ഇടാന് കുറച്ച് വാങ്ങണം വെച്ചിട്ടായിരുന്നു. അതിപ്പോ കിട്ടിയല്ലോ. എനിക്ക് വേണ്ടോ നീതോ? എടുത്തോടി പെണ്ണേ, എനിക്കെന്തിനാ ഇതൊക്കെ പാടേ? എടി ജൂലി, ആ പേപ്പർ ഇങ്ങോട്ട് താ. ഇതാടി, ഈ പേപ്പർ തന്നെ ഈ പെട്ടിയിലിടാം. എടി പ്രിയല്ലേ ഇതിൽ വന്നിരുന്നേ നേരത്തെ? അവളെ നമ്മളെ കണ്ടതും പിന്തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. അങ്ങനെ ഓൾക്കേ നമ്മളെ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇനി അവൾ എവിടെയാവും? അവളുടെയും ആ ഗൗരിയുടെ സ്ഥിരം താവളല്ലേ, ആ ബെഞ്ചിട്ട സ്ഥലം, അവിടെ ഉണ്ടാവും. അല്ലെങ്കിലേ സ്കൂൾ ഗേറ്റിന്റെ അവിടെ എന്തായാലും ഉണ്ടാവും, ഇപ്പുറത്ത് കണ്ടില്ലെങ്കില്. ശരിയാ, വാ നമുക്ക് പോയി നോക്കാം. ചിന്നു, നമ്മൾ എന്താ കാട്ടാ? സ്കൂൾ വിടാനേ ഇനി കുറെ സമയമുണ്ടല്ലോ. എടി മിന്നു, മിണ്ടാണ്ടിരിക്ക്. അതാ കുട്ടികൾ വരുന്നുണ്ടെങ്കില് ഒരു നമ്മളെ കണ്ടാലേ പറഞ്ഞു കൊടുക്കും. ചിന്നു, അനന്തേട്ടനും കൂട്ടുകാരും. കുഞ്ഞാപ്പൂ, തക്കുടുവാവി, ഒന്ന് കുറച്ചും കൂടി പിന്നിക്ക് നീങ്ങ്. ഓൻ നമ്മളെ കാണും. ചിന്നു പൊട്ടത്തി, ഇജ്ജെന്താ ഞങ്ങളോട് പിന്നിക്ക് നിക്കാൻ മാട്ടെ? ഇജ്ജ് എന്റെ തല മുന്നിക്ക് നെട്ടിട്ട് നിന്നാല് അന്ന ഓര് കാണൂലേ? പൊട്ടത്തി ചിന്നു. അത് പിന്നെ തക്കുടുവാവി ഇജ്ജോട് മിണ്ടാണ്ടിരുന്നട്ടോ. അല്ല കുഞ്ഞാപ്പൂ, ഇജ്ജ് പാരേ, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അങ്ങനെ ഇങ്ങട്ടെ നീങ്ങി നിക്ക്. പെണ്ണി മിണ്ടാതെ നിന്നിട്ടോ. അനന്തോട്ടനൊക്കെ നമ്മളെ കണ്ടാലേ പിടിച്ചു കൊണ്ടേ കൊടുക്കും ടീച്ചർക്ക്. അല്ലെങ്കിൽ തന്നെ പ്രിയേച്ചിനോട് ദേഷ്യാണിപ്പോ. എടാ, ഞാൻ തന്ന ഗിഫ്റ്റ് പ്രിയക്ക് കൊടുത്തോ? ചിന്നു, ഞാനും കേട്ടു കുഞ്ഞപ്പോ. പ്രിയേച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്തോന്നല്ലേ പറഞ്ഞത്? എന്നിട്ടത് പ്രിയേച്ചി വാങ്ങിയോ? മിണ്ടാതിരിക്ക്, അവരെന്താ പറയുന്നത് കേൾക്കട്ടെ. എടാ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തില്ലേ? അതൊക്കെ ഞങ്ങൾ അപ്പൊ തന്നെ കൊടുത്തടാ അനന്തു. എന്നിട്ട് അവൾ എന്താണ് പറഞ്ഞത്? ഞാൻ തന്നതാണെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞു അനന്തു. ഞാൻ കൊടുത്തതാണെന്ന് പറഞ്ഞപ്പോ ദേഷ്യം ഉണ്ടായിരുന്നോ? ദേഷ്യമല്ലാതെ പിന്നെ സന്തോഷം ഉണ്ടാവോ? നിന്നോട് പിണക്കമല്ലേ അവൾക്ക്? എന്നിട്ട് അവൾ ഗിഫ്റ്റ് വാങ്ങിയില്ലേ? എടാ അനന്തു,
ഞാനൊരു സത്യം പറയട്ടെ. അപ്പോ ഇത്രയും നേരം പറഞ്ഞത് കള്ളമായിരുന്നോ? ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തില്ലേ? കൊടുത്തില്ലേ? മിണ്ടാതിരിക്ക് മിന്നു. കൊടുത്തു, പക്ഷേ പ്രിയയുടെ കയ്യിലല്ല. പിന്നെ നീ പേടിക്കേണ്ടളിയാ, അതെ അവളുടെ കയ്യിൽ തന്നെ എത്തും. ആരുടെ കയ്യിലാ നീ കൊടുത്തെന്ന് പറ. ആ നീതുമില്ലടാ, അവള് നല്ല കുട്ടിയാ, അവളുടെ കയ്യിലാ ഞാൻ കൊടുത്തത്. ആ ബെസ്റ്റ്. നീ പേടിക്കേണ്ടളിയാ, അവള് നല്ല കുട്ടിയാ, അവള് കൊടുക്കും. അവള് നല്ല കുട്ടി തന്നെ. എന്നിട്ട് നീതു ചേച്ചി അത് വാങ്ങിയോ? നീതു അത് വാങ്ങിയോ? ആദ്യം അവളൊന്ന് മടിച്ചു നിന്നോ, പിന്നെ അവളത് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ അവളോട് ചോദിച്ചു നോക്കാം, പ്രിയയോട് കിട്ടിയില്ലേന്ന്. ഹോ, കൊടുത്തില്ലെങ്കിലും വേണ്ടിയില്ല, ആ നീതുവിന്റെ കയ്യിൽ കൊടുക്കണ്ടായിരുന്നു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നിങ്ങളെന്ന് വെച്ചിട്ട് ഞാനത് നിങ്ങളെ ഏൽപ്പിച്ചത്. നിങ്ങളത് ഇങ്ങനെ കൊളാമാക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ, അവള് കൊടുക്കും. പിന്നെന്താണെന്തോ. അപ്പൊ അതാണ് കാര്യം. എന്നാലും അതിൽ എന്ത് ഗിഫ്റ്റ് ആയിരിക്കും? അത് പിന്നെ നമുക്ക് പ്രിയച്ചിനോട് വെട്ടിച്ചെന്ന് ചോദിക്കാം. ചോക്ലേറ്റ് ആണെങ്കിലേ ഇച്ചും കുറച്ച് തരണട്ടോ ചിന്നു. എടി മീനു, ഒരു ഊട്ടം കാണാൻ എന്ത് രസാണല്ലേ ചിന്നു തന്നിട്ട് ഓടുന്ന കാണാന്. അതിന് ചക്കി എനിക്ക് നല്ലോണം ചിരി വന്നു. പിന്നെ ഞാനേ ടീച്ചർ കാണുമെന്ന് വെച്ചിട്ടേ വായി പൊത്തിപ്പിടിച്ചു. ആടി മീനു, എനിക്ക് നല്ലോണം ചിരി വന്നു. ഞാൻ ടീച്ചർ കാണുക ചെയ്തു, എന്നായി ചിരിച്ചു. നല്ലോണം ചിരിച്ചു മീനു, നല്ലോണം ചിരിച്ചു. നീ ആ ഇക്രു പോണുണ്ട്, ഇക്രുപ്പട്ടൻ. ഞാനേ ആ ഇക്രുപ്പട്ടനെ നോക്കിയിട്ടില്ല. ഞാൻ ചിന്നുല്ലേ ചിന്നു, ഓൾ ഓടുന്നത് ഞാൻ നോക്കിയിരുന്നു. ഞാൻ എന്ത് രസാണ് ഓൾ ഓടുന്നത് കാണാൻ കരഞ്ഞിട്ട്. എടി അതാ മീനു, അപ്പു വന്നിപ്പോ. അപ്പു ഓന്റെ മോന്റെ കണ്ടിട്ടേ നല്ല കുത്ത് കിട്ടി കൊടുത്തു. എന്താ പെണ്ണുങ്ങൾ നിങ്ങൾ മാത്രം ഇവിടെ നിന്നിട്ട് ഞാൻ ചിരിച്ചത്? നിങ്ങളോടെ ടീച്ചറെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇങ്ങക്ക് സൂചില്ലാന്നേ ആരും നിങ്ങളോട് പറഞ്ഞത്? കള്ളം പറയുന്ന മണ്ടട്ടോ, നിങ്ങൾക്കുള്ള വലിയൊരു സൂചിയും പിടിച്ചിട്ടേ അവിടെ നഴ്സ് നിൽക്കുന്നുണ്ട്. നിങ്ങളെ വിളിച്ചുകൊണ്ടാകാനേ ടീച്ചർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ചിരിച്ചോ ചിരിച്ചോ, ഈ ചിരിപ്പഴേ കൂട്ടക്കരച്ചിലാകാതെ നോക്കിക്കോ. ഒന്ന് പോടപ്പോ, ഇജ്ജ് അന്റെ ഇക്കുളക്കര ഇതിനെ കരഞ്ഞിട്ട് അമ്മേ സുജത്തെ അമ്മേ സുജത്തെ വന്നിട്ട് ഓടാ. ഞങ്ങൾ നല്ലട്ടാ. ഞാനേ ടീച്ചറോട് ഇപ്പൊ പോയി പറയാട്ടോ. ഈ പെണ്ണുങ്ങൾക്ക് സൂചി വെക്കാൻ കേട്ടിട്ടേ വട്ടായിക്കോന്ന് തോന്നുന്നു. ഡി ആ നീതു അതായത് ഇങ്ങോട്ട് വരുന്നു. അവളുടെ കയ്യിലേ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ. ഓ, അത് അവൾക്ക് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്തു കാണും. അതും പിടിച്ചിട്ടെന്തിനാ നമ്മുടെ അടുത്തേക്ക് വരുന്നേ? നമ്മുടെ മുന്നിലേ ഒന്ന് ഗമ കാണിക്കാനാവും. ഡി പ്രിയ, നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. എനിക്കോ? എനിക്കാരാ ഗിഫ്റ്റ് തന്നേ? ആ ആനന്ദു, അല്ലാതാരാ? അവനോ? അവനെന്തിനാ എനിക്ക് ഗിഫ്റ്റ് തരുന്നേ? എനിക്കൊന്നും വേണ്ട, തന്ന ആൾക്ക് തന്നെ തിരിച്ചു കൊടുത്തോ. ആരാ നിങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞത്? എടി ജൂലി, നീ ഇവളോട് പ്രസംഗിച്ച് നിൽക്കാതെ ആ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തോട്ട് ഇങ്ങോട്ട് വാ, നമുക്ക് പോവാം. എനിക്ക് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? എടി ജൂലി, അവളുടെ കയ്യിലേക്ക് വെച്ചെടുത്തിട്ടേ ഇങ്ങോട്ട് പോരെ. എന്റെ കാല് പിടിച്ച് പറഞ്ഞതാണ്ടാ ഞാനത് വാങ്ങിക്കൊടുന്നത്, അല്ലെങ്കിൽ ആര് വാങ്ങുന്നു? എടി ജൂലി, അതങ്ങ് കൊടുത്തേച്ച് വാ. അവളത് വലിച്ചെറിയേ സ്വീകരിക്കേ എന്താന്ന് വെച്ചായിക്കോട്ടെ.